നമസ്കാരം. ദേവഭൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠിതനായ മന്ത്രിയാണ് ശ്രീ വി എൻ വാസവൻ. അദ്ദേഹം ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാന രീതികളെക്കുറിച്ചും വരും കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും ദേവഭൂമിയോട് മനസ്സ് തുറക്കും. ഇക്കഴിഞ്ഞ ശബരിമല മണ്ഡലകാലം 2024 അതായത് അത് നമ്മൾ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വളരെ സുഗമമായ ഒരു നടത്തിപ്പ് അവിടെ ഉണ്ടായതായിട്ട് എല്ലാവരും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തിയതാണ്. പക്ഷേ അത് എല്ലാ വകുപ്പുകളും കുറ്റമറ്റ രീതിയിൽ അത് പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കത് വിസ്മരിച്ചത് കൊണ്ടല്ല ചോദിക്കുന്നത്. എങ്കിലും ഒരു ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ അതിനകത്തുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? കാരണം ഇതുവരെ ഇല്ലാത്ത ഒരു അസ്വാരസ്യങ്ങളില്ലാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഭക്തജനങ്ങൾക്ക് കൃത്യമായിട്ട് വഴിപാടുകൾ നടത്തി തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്തായിരുന്നു സാറിൻ്റെ ഒരു വിശകലനത്തിൽ ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്? ഒന്നു മുമ്പ് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് ഞങ്ങൾ ആദ്യം പഠിച്ചു. മുൻ വർഷങ്ങളിൽ പല സന്ദർഭങ്ങളിലും പല രൂപത്തിൽ ഭക്തർക്ക് ദർശനം ഉറപ്പാകാതെ ഇരുമുടിക്കെട്ട് യഥാർത്ഥത്തിൽ പമ്പയിലും നിലയ്ക്കലും ഉപേക്ഷിച്ചു പോയ സംഭവം വരെ ഉണ്ടായത് മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളാണ്. അതുപോലെ തീർത്ഥാടകർ വഴിക്ക് വല്ലാത്ത രൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ദർശനം കിട്ടാൻ മണിക്കൂറുകളോളം കാത്തു നിന്ന് വിഷമിച്ചവരുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അസ്വസ്ഥതകളുണ്ടായി. വെയിലും മഴയും വരുമ്പോൾ അതെല്ലാം കൊണ്ട് ഇങ്ങനെ മുൻവർഷങ്ങളിലുണ്ടായിട്ടുള്ള പാകപ്പിഴകൾ ഓരോന്നോരോന്നായി ഞങ്ങൾ പരിശോധിച്ച് ഭാവിയിൽ അത് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നല്ല ഹോംവർക്ക് ഞങ്ങൾ നടത്തി. ആ ഹോംവർക്കിൽ ഞങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം തേടി. സാധാരണഗതിയിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ തുടക്കം കുറിക്കുന്നത് ആഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലുമൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ ജൂലൈ മാസത്തിൽ തന്നെ സമാരംഭിച്ചു. വെച്ചാൽ എല്ലാ വർഷങ്ങളും നടക്കുന്നതിന് 2-3 മാസം മുമ്പ് തന്നെ ഞങ്ങൾ മുൻകൂട്ടി കണ്ട് കാലേകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തി. ആ തയ്യാറെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം ഉറപ്പാക്കുന്ന ആദ്യത്തെ ദൗത്യം പമ്പയിൽ ഞങ്ങൾ സന്നിധാനത്തിൽ പോയതിനു ശേഷം ഒന്ന് കൂടി ആലോചിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മുൻകാല അനുഭവങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു. മുമ്പുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവർ പറയാൻ പറഞ്ഞു. അതെല്ലാം കേട്ട് അതിനോരോന്നിനും ഞങ്ങൾ കൂടിയാലോചിച്ച് പരിഹാരങ്ങൾ അവരുമായി കൂടിയാലോചിച്ച് അങ്ങോട്ട് നിർദ്ദേശിച്ചു. ചിലത് അവർ നിർദ്ദേശിച്ചു. അങ്ങനെ കൂട്ടായ ഡിസ്കഷനിലൂടെ മുമ്പുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന നിരവധി പദ്ധതികൾക്ക് ഞങ്ങൾ രൂപവും ഭാവവും നൽകി. അതിലൊന്നാണ് സന്നിധാനത്തിൽ 18-ാം പടിയിൽ മുമ്പ് ഒരു മിനിറ്റിൽ 65 പേരാണ് കയറിക്കൊണ്ടിരുന്നത്. പോലീസുകാർ വടത്തിൽ ഞാൻ നിന്നാണ് അവരെ കയറ്റി സന്നിധാനത്തിലേക്ക് വിടുക. ആ സംഭവത്തിൽ കൂടുതൽ ഭക്തരെ കയറ്റിവിടാനും പോലീസുകാരുടെ ഡ്യൂട്ടി കുറച്ച് അവർക്ക് വിഷമം കുറയ്ക്കാനും എന്താ പോംവഴിയെന്ന് ആലോചിച്ചപ്പോൾ ഒരു ക്രിയാത്മക നിർദ്ദേശം വന്നു. ഇപ്പോൾ വടത്തിൽ ഞാൻ നിന്ന് പോലീസുകാർ ചെയ്യുന്ന പണി തൽക്കാലം അവർക്കൊന്ന് ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഭക്തർ അതിൽ കൂടുതൽ കയറ്റിവിടാനുള്ള സാഹചര്യം ഉണ്ടാകും. ആ നിർദ്ദേശം വന്നപ്പോൾ അത് പ്രായോഗികമായി പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് പരീക്ഷിച്ചപ്പോൾ വിജയം കണ്ടു. ഒരു മിനിറ്റിൽ 65 പേര് കയറുന്ന സ്ഥാനത്ത് 85-90 പേർ വരെ കയറാൻ തുടങ്ങി. അത് പ്രകടമായി വന്നൊരു മാറ്റമാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്ന 75,000, 80,000, 70,000 വെർച്വൽ ക്യൂവും 10,000 സ്പോട്ട് ബുക്കിങ്ങും 80,000 തീരുമാനിച്ചത്. പക്ഷേ ഈ ക്രമീകരണത്തിൽ വന്ന മാറ്റത്തോടു കൂടി 1,09,000 പേര് വരെ കയറിയ ദിവസങ്ങളുണ്ടായി. ഒരു വിഷമവും കൂടാതെ വന്ന് നിൽക്കുന്നവർക്ക് അധികം താമസിക്കേണ്ടി വരുന്നില്ല. വന്ന് നിൽക്കുന്നവർക്കെല്ലാം ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ രൂപം അവിടെ പ്രകടിപ്പിച്ചപ്പോൾ അവരെ ഒന്ന് അംഗീകരിക്കുന്ന സാഹചര്യം അവർക്കും ഉണ്ടായി. അപ്പോൾ അവിടെ എത്തിച്ചേർന്നുള്ള ഒരു ഭക്തന് പോലും അയ്യപ്പ ദർശനം ലഭിക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ പൂർണ്ണ സംതൃപ്തി. അവരാകെ വരുന്നതിന് ഇത്രയും വിഷമിച്ച് വ്രതം എടുത്ത് ഇരുപിടിക്കെട്ടുമായി വരുന്നവർ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ ആ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കി എന്നുള്ളതാണ് പരാതിരഹിത തീർത്ഥാടന കാലഘട്ടം പൂർത്തിയാക്കാൻ സഹായിച്ച ഒരു ഘടകം. 2,
പിന്നീട് ഞങ്ങൾ കണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ പാർക്കിങ്ങിൻ്റെതാണ്. നിലവിലുണ്ടായിരുന്ന പാർക്കിംഗ് സംവിധാനം അപര്യാപ്തമായിരുന്നു. 8,000 വാഹനങ്ങളായിരുന്നു നിലയ്ക്കൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അത് ഞങ്ങൾ 2,500 ഒത്തിപ്പിച്ച് 10,500 മാറ്റി. 2, എരുമേലിയിൽ മുമ്പുണ്ടായിരുന്ന പാർക്കിംഗ് സൗകര്യത്തിൽ കൂടുതൽ സംവിധാനം ഉണ്ടാക്കി. ഹൗസിംഗ് ബോർഡിൻ്റെ 6 ഏക്കർ സ്ഥലം കൂടി വാങ്ങിയെടുത്ത് അതും പാർക്കിംഗ് സൗകര്യം എരുമേലിയിൽ ഉണ്ടാക്കി. അപ്പോൾ പാർക്കിംഗ് സംവിധാനത്തിൽ മുമ്പതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യമുണ്ട്. 3, മുമ്പ് നമുക്കുണ്ടായിരുന്ന പമ്പയിലെ രാമമൂർത്തി മന്ദിരമെല്ലാം പോയി കഴിഞ്ഞ് വെള്ളപ്പൊക്കത്ത്. അപ്പോൾ പാവപ്പെട്ട അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ വിരിവയ്ക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. അപ്പോൾ ഒരു ജന്മൻ പന്തൽ അവിടെ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി 5,000-ൽ പരം അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനുള്ള ഒരു ജർമ്മൻ പന്തൽ അവിടെ ക്രമീകരിച്ചു. 20,000 സ്ക്വയർ ഫീറ്റ് അപ്പുറം. അത് പമ്പയിൽ എത്തിച്ചേരുന്ന അയ്യപ്പന്മാർക്ക് ഏറ്റവും ആശ്വാസം പകർന്ന മറ്റൊരു നടപടിയാണ്. മറ്റൊന്ന്, നിലയ്ക്കൽ വീണ്ടും ഞങ്ങൾ ഏതാണ്ട് ഒരു 3,000-ഓളം അയ്യപ്പന്മാരെ കേന്ദ്രീകരിക്കാൻ 17,000 സ്ക്വയർ ഫീറ്റ് നിലപ്പന്തൽ അവിടെ ഉണ്ടാക്കി. ആ ജർമ്മൻ പന്തലും ഏറെ സഹായകരമായി മാറി. ഇങ്ങനെ 2 കേന്ദ്രങ്ങളിലെ പുതിയ പശ്ചാത്തല സൗകര്യം കൂടുതൽ അയ്യപ്പന്മാർക്ക് സൗകര്യം ഉറപ്പാക്കുന്ന സാഹചര്യം. 4, ഞങ്ങളെല്ലാ ഇടത്താവളങ്ങളിലും നേരിട്ട് പോയി. മന്ത്രി എന്ന നിലയ്ക്ക് ഞാനും പോയിരുന്നു. അവിടെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കേട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാനുള്ള ടീമിനെ തയ്യാറാക്കി. അത് ഞങ്ങൾ വൈക്കത്ത്, കടപ്പാട്ടൂർ, ഏറ്റുമാനൂരിൽ, തിരുനക്കര, അതേപോലെ തന്നെ എരുമേലിയിൽ, പിന്നെ ഇങ്ങോട്ട് വന്നാൽ കിഴക്ക് വണ്ടിപ്പെരിയാറിൽ, പുല്ലുമേട് വഴി വരുന്നവർക്ക് കുമളിയിൽ, അതിനുശേഷം പന്തളത്തിന് വേണ്ടി മീറ്റിങ്ങുകൾ കൂടി, ചെങ്ങന്നൂർ കൂടി, പുനലൂർ, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഇടത്താവളങ്ങളിലും പ്രത്യേക മീറ്റിംഗ് കൂടി ക്രമീകരണങ്ങൾ കാലുകൂട്ടി ഉറപ്പാക്കി. അത് മറ്റൊരു സംവിധാനമായി. പിന്നീട് അവിടെ എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരെ സംബന്ധിച്ചുള്ള മുൻകാലങ്ങളിൽ നല്ല സേവനമനുഷ്ഠിക്കുന്നവർക്ക് അവിടെ കൊടുക്കേണ്ടിയിരുന്ന 2 സൗകര്യങ്ങളുണ്ട്. 1, അവർക്ക് ഭക്ഷണം, 2, താമസ സൗകര്യം. അവർ നന്നായി മനസ്സുകൊണ്ട് ഇണങ്ങിയെങ്കിലല്ലേ ഈ നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിയും. ഞാനത് ആദ്യം തന്നെ പറഞ്ഞു, എല്ലാവർക്കും നല്ല ഭക്ഷണവും കൊടുക്കണം, അക്കോമഡേഷനും കൊടുക്കണം. ഡ്യൂട്ടി ടൈം പോലീസുകാർക്ക് 20 മിനിറ്റായിരുന്നു 15 മിനിറ്റാക്കി ചുരുക്കി. അപ്പോൾ അവർ വളരെ ഹാപ്പിയായി. 10,500 പോലീസുകാരെ വിന്യസിച്ചു. സമയോചിതമായി മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ നിഷ്കർഷിച്ചത്, പരിചയസമ്പന്നരായ പോലീസുകാരെ വേണം. മുമ്പ് അവിടെ നിന്ന് പരിചയമുള്ള ശബരിമല തീർത്ഥാടനവുമായി സഹകരിച്ചിട്ടുള്ള നല്ല ഓഫീസേഴ്സ്, അത് ഞങ്ങൾ സെലക്ട് ചെയ്തെല്ലാം ശരിയായി വന്നു. അതെല്ലാം ചേർത്ത് നല്ല ഭംഗിയായി നീങ്ങിയപ്പോൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകുന്ന സ്കെഡ്യൂൾ. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അവിടെ ചാർജിലുണ്ടായിരുന്ന ADGPയും ഞാൻ തമ്മിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കും. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചെന്നുകൊണ്ട് ഈ കാര്യങ്ങളെ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൊതുവിൽ വന്നിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളോടൊപ്പം തന്നെ KSRTCയുടെ യാത്രാ സൗകര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അവസാനം മകരവിളക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വലിയ ക്രൗഡ് വന്ന് ഇടിക്കുന്ന പലപ്പോഴും അങ്ങനെയായിരുന്നു, അപകടങ്ങളുണ്ടായിരുന്നു. അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി പർണശാലകൾക്ക് തീയിട്ട് മുമ്പ് അനുഷ്ഠാനങ്ങളുണ്ടായി. അതുണ്ടാകാതിരിക്കാൻ ആരും ഭക്ഷണം പാകം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പകരം എല്ലാവർക്കും പർണശാലയിൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അപ്പോൾ ആർക്കും സന്തോഷമായി, തീയും ഉണ്ടായില്ല. മരക്കൊമ്പുകളിൽ കയറിയിരുന്ന് ഈ ജ്യോതി കാണാൻ വേണ്ടി കയറുന്ന ആൾക്ക് അത് കയറാതിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി, മുനമ്പുകൾ ഉണ്ടാക്കി കൊടുത്തു, പ്രത്യേക വ്യൂ പോയിൻ്റ് ഉണ്ടാക്കി. അത്രത്തോളം ജാഗ്രതയോടുകൂടി പോലീസ് നല്ല രൂപത്തിൽ അണിനിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, കയറി വരുന്ന മരക്കൂട്ടം മുതൽ അങ്ങോട്ട് കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇരിക്കാനുള്ള സ്റ്റീൽ ബെഞ്ചുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് 1000-കണക്കിന് ഭക്തന്മാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി. അപ്പോൾ വരുന്ന ഭക്തന്മാർക്കെല്ലാം ഇവിടെ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ദാഹജലം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, ഇതിനൊക്കെ പുറമെ ഏതെങ്കിലും ഒരാൾക്ക് വിഷമം സംഭവിച്ചാൽ അവിടെ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടും കൂടിയ ആശുപത്രികൾ പ്രവർത്തിക്കാൻ സന്നിധാനത്തിൽ, പമ്പയിൽ, നിലയ്ക്കൽ, എരുമേലി ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായി. വിദഗ്ധരായ ഡോക്ടർമാരെ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചിരുന്നു. അതിന് കൂടാതെ ഡിവോട്ടീസ് കൂട്ടർ തമിഴ്നാട്ടിൽ നിന്ന് ഡോക്ടേഴ്സ് സംഘം ഉണ്ടായിരുന്നു, അവരുടെ സേവനം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരു ഭാഗത്തുകൂടി നടക്കുമ്പോൾ വനം വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, LCT ബോർഡ്, വാട്ടർ അതോറിറ്റി, റവന്യൂ, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി, ലീഗൽ മെട്രോളജി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വകുപ്പുകളും ഞങ്ങൾ വിളിച്ചുകൂട്ടി അവരവരുടെ ഡ്യൂട്ടികൾ അവർ കൃത്യമായി ഏറ്റെടുത്തു. എല്ലാവരും ആ പരിശോധനകളും മറ്റും വഴി മുന്നോട്ട് പോയി. അപ്പോൾ ഓരോ ഭക്തനെയും ശ്രദ്ധിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായി. ആവശ്യമുള്ളത്ര ക്യാമറകൾ വെച്ച് എവിടെ ചെറിയ പ്രശ്നം ഉണ്ടായാലും അപ്പം നമുക്ക് നേരിട്ട് വിളിക്കാൻ കഴിയുന്ന സാഹചര്യം.
അത്തരം ഒരു രൂപത്തിലേക്ക് വന്നതോടുകൂടി അവർക്ക് മുട്ടിന് ദാഹജലം ലഭിക്കുന്നു, വൈദ്യസഹായം ലഭിക്കുന്നു, പ്രശ്നങ്ങളുണ്ടായി ശ്രദ്ധിക്കുന്നു. ഇങ്ങനെല്ലാം വന്ന പയ്യന്മാർ തുടക്കം മുതൽ തന്നെ അവരുടെ വിഷമം മാറ്റി നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ആദ്യ അവസാനം ഞങ്ങളിപ്പോൾ ആരംഭിച്ചത് തുലാം മാസം അവസാനിക്കുന്ന ദിവസം തന്നെ, ഞങ്ങൾ തലേദിവസം തന്നെ അവിടെ പോയി നട തുറക്കുന്ന ദിവസം, വൃശ്ചിക 1-നാണ് തുറക്കുന്ന ദിവസം മുതൽ അവസാനം മകരവിളക്ക് കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുന്നോടം വരെ ഞങ്ങളെല്ലാം ഫിസിക്കൽ പ്രസൻസ് ഉറപ്പാക്കിയിരുന്നു. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം ഞങ്ങളോടുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ, അതുപോലെ തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരെല്ലാം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരുന്നു. കൂടാതെ 7ഓളം മീറ്റിങ്ങുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ കൂടിയിരുന്നു. ഇതുകൂടാതെ എല്ലാ ഇടത്താവളങ്ങളിലും മീറ്റിംഗ് കൂടി. അങ്ങനെ പൂർണ്ണമായി ഞങ്ങളിത് തയ്യാറെടുക്കുന്നു എന്നൊരു പ്രതീതി പൊതുവെ അയ്യപ്പന്മാരിലുണ്ടായി. അതുകൊണ്ട് തന്നെ വന്ന അയ്യപ്പന്മാരെല്ലാം നന്നായി സഹകരിച്ചു. അതോടൊപ്പം ഞങ്ങൾ അവരെ നന്നായി പരിചരിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വന്ന എല്ലാ കൂട്ടരും അഭിനന്ദനം രേഖപ്പെടുത്തി. അത് ഭരണപ്രത്യക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശേഖർ ബാബു എന്ന് പറയുന്ന തമിഴ്നാട് ദേവസ്വം മന്ത്രി 3 പ്രാവശ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 50 വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇത്രയും ഒരുക്കങ്ങൾ കണ്ട് ഒരു വിഷമവും കൂടാതെ ദർശനം നടത്തിപ്പോൾ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രത്യേകമായി അദ്ദേഹം ഒരു മീറ്റിംഗ് കൂടെ അഭിനന്ദിച്ചിട്ടാണ് പോയത്. അങ്ങനെ പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിലെ വകുപ്പ് മന്ത്രിമാരും ഞങ്ങളും എല്ലാം കേന്ദ്രീകരിച്ച് ഒരു ടീം വർക്ക് നടത്തിയതിൻ്റെ നെറ്റ് റിസൾട്ടാണ് കുറ്റമറ്റ രൂപത്തിൽ ശബരിമല തീർത്ഥാടനം ഇത്തവണ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 40 ലക്ഷം ടിന്ന് അരവണ കൊടുക്കത്ത രൂപത്തിൽ മുൻകൂട്ടി തയ്യാറായിരുന്നു. ഈ ശബരിമല വരുന്നവർ തിരിച്ചു ചെല്ലുമ്പോൾ വീടുകളിൽ അതിന് സാക്ഷിയായിക്കൊണ്ടിരുന്നത് ഒന്ന് അരവണയപ്പമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥ പ്രകടിപ്പിക്കും. അത് കാലകൂട്ടി ഉണ്ടാക്കി. അതുകൊണ്ട് അതിനൊരു ഷോർട്ടേജ് വന്നില്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന എന്തൊക്കെയാണോ എന്ന് പഠിച്ച് അതിന് ഓരോന്നിനും മുൻകൂട്ടി പരിഹാരം കണ്ടായിരുന്നു ഞങ്ങളെല്ലാം ചേർന്നൊരു ടീം വർക്ക് നടത്തി മുന്നോട്ട് പോയത്. അപ്പോൾ ചുരുക്കത്തിൽ സംസ്ഥാന ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മറ്റ് നമ്മുടെ പൂജാരി, തന്ത്രികൾ, ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഈ കുറ്റമറ്റ രൂപത്തിൽ ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ആ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ടാണ് പിന്നീട് വന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, അത് ആറ്റുകാൽ പൊങ്കാലയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത, സ്ത്രീകൾ പങ്കെടുത്ത 18 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത വളരെ ഭംഗിയായി ഫലപ്രദമായി നടത്താൻ കഴിയും. തിരുനക്കര ക്ഷേത്രത്തിലെ ഉത്സവം, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവം, അത് ആയിരങ്ങൾ പങ്കെടുത്തതാണ്. കൊല്ലത്തെ നമ്മുടെ പൂരം, അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം ഏറ്റവും അവസാനം ലാസ്റ്റിൽ തൃശ്ശൂർ പൂരമാണ്. ഞങ്ങൾ 3 ദിവസം അവിടെ പോയി നിന്നായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. അത് ഞങ്ങൾ കാലകൂട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ കൂടി, പിന്നെ ഞങ്ങൾ തന്നെ നേരിട്ട് അവിടെ പോയിട്ട് മീറ്റിംഗ് കൂടി. അതിൽ എല്ലാവരും ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ മന്ത്രിമാരായിട്ടുള്ള രാജനും ബിന്ദു മന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നീങ്ങി കഴിഞ്ഞപ്പോൾ കുറ്റമറ്റ രൂപത്തിൽ തൃശ്ശൂർ പൂരവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പൊതുവിൽ ഈ കാലഘട്ടത്തിലെ തീർത്ഥാടന സന്ദർഭത്തിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട് വന്ന മുൻകാലങ്ങളിലെ അസംതൃപ്തികളും അസഹിഷ്ണുതകളും പരിഭവങ്ങളും മറ്റേതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വർഷം ഇപ്പോൾ തൃശ്ശൂർ പൂരത്തോടുകൂടി സമാപിച്ച പുതു ഉത്സവങ്ങളുടെ സ്ഥിതി. ഇതാണ് പൊതുവായി സൂചിപ്പിക്കാറുള്ളത്. ചിലതിൽ കോടതിയിൽ കേസുണ്ട്, ചിലത് ഒത്തുതീർപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഭക്തന്മാരായിരിക്കും അടുത്തു നിന്നുകൊണ്ട് ഈ പണി നടത്തുന്നത്. വേറെ വൈക്കത്തിൻ്റെ ഒരാൾ, എൻ്റെ ഒരുപാട് വർഷം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു